സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദൈവലോകമാതാവേ ശരണമയ്യപ്പ. മണികണ്ഠസ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ മൈലക്കൊട്ടത്തുമന എം.എൻ. രജികുമാർ നീലകണ്ഠൻ നമ്പൂതിരി, മുൻ മാളികപ്പുറം മേൽശാന്തി. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ദമ്പത്യോ കലഹൈച്ചൈവ പരിണാമോ ന കിഞ്ചന അർത്ഥനാശം മനസ്താപം ഗൃഹേ ദുശ്ചരിതാനി ച. ഇന്നത്തെ സുഭാഷിതത്തിൽ നമ്മുടെയൊക്കെ പല വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ എപ്രകാരമാണെന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ടാകും. സദാസമയം എപ്പോഴും സ്നേഹമായിരിക്കില്ല. ചില സമയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ അത് പരസ്പരം സംസാരിച്ച് തീർക്കണം. അത് ഒരു ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് പരസ്പരം വൈരാഗ്യവും ഞാനാണോ നീയാണോ വലുത് എന്നുള്ള ആ രീതിയിലൂടെ മുന്നോട്ട് പോയാൽ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ ദമ്പതികളുടെ കലഹം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? ധനനാഷ്ടത്തിനും മനസ്താപത്തിനും കാരണമാകും. മാത്രമല്ല, ആ ഗൃഹത്തിൽ അബദ്ധ സഞ്ചാരങ്ങൾക്കും കാരണമാകും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വീടുകൾ കലഹം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. പക്ഷെ നിസ്സാരമായ കാരണങ്ങൾ അതിങ്ങനെ ഊതി വീർപ്പിച്ച് പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളെ ഊതി വീർപ്പിച്ച് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അടുത്തിരുന്ന് സംസാരിച്ചാൽ, ഒരു മേശയ്ക്കടുത്തിരുന്ന് അല്ലെങ്കിൽ അടുത്തിരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ വീണ്ടും വലുതാക്കി പരസ്പരം ആരാണ് ആദ്യം എന്നുള്ള ആ ഭാവത്തിൽ ഈഗോ വർക്കൗട്ട് ചെയ്ത് പിന്നെ അത് അങ്ങോട്ട് വലുതായി വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. കുടുംബത്തിൽ ചില കുടുംബങ്ങളിൽ അങ്ങനെ പരസ്പരം വലിയ വഴക്കുകളുണ്ടായി അങ്ങനെ അവർ തമ്മിൽ വേർപിരിയുന്ന അവസ്ഥയിലേക്ക് വരും. ഇങ്ങനെ അച്ഛനും അമ്മമാർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുക ആ കുടുംബത്തിലെ കൊച്ചു കുട്ടികളെയായിരിക്കും. അവർക്ക് ഭയങ്കര അരക്ഷിതാവസ്ഥയായിരിക്കും. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിടുമ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്യും? അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ അവരുടെ മനസ്സൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, സ്വാഭാവികമായിട്ടും എല്ലാ വീടുകളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ആ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം അത് സംസാരിച്ച് തീർത്ത് എല്ലാവരും സ്നേഹത്തോടെ പോകണം. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരുമിച്ച് സംസാരിക്കാനുള്ള ഒരു വേദി ഒരു കുടുംബത്തിൽ കുട്ടികൾക്കും അച്ഛനും അമ്മമാർക്കും സംസാരിക്കാനുള്ള ഒരു വേദി ഉണ്ടാകണം. ഒന്നിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാം നല്ല ചിന്തകളുണ്ടാവും. പ്രാർത്ഥന എല്ലാവരും ഒന്നിച്ച് ചെയ്യണം. ഒരു സമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ച് കുടുംബത്തിലെ അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും ഒന്നിച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. സർവ്വ ഐശ്വര്യങ്ങളും ആ കുടുംബത്തിനുണ്ടാകും. മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും ഒക്കെ അനുഗ്രഹം ആ കുടുംബത്തിനുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. നല്ല ബുദ്ധി എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇന്നേക്ക് നമ്മൾ சொல்லப்போன சுபாஷிதம் എന്ന് கேட்டால், ஒரு சில வீடுகளில் நிறைய வீடுகளில் பிரச்சனைகள் இருக்காம். புருஷனும் பொண்டாட்டியும் தமிழ் பிரச்சனைகள் இருக்காம். ஹஸ்பண்ட் ஒய்ஃப் தமிழ் பிரச்சனைகள் இருக்காம். சின்ன பிரச்சனைகள் இருக்காம். அந்த பிரச்சனைகள் வரும்போதே பேசிட்டு அந்த பிரச்சனைகளை முடிக்கணும். அந்த பிரச்சனைகளை பெரிய பிரச்சனைமாக்கக்கூடாது. ஞானோ நீயோ பெருசு என்று சொல்லி ஈகோ ஒர்க் அவுட் ஆகி அப்புறம் பெரிய பிரச்சனையாகி வந்து அந்த பிரச்சனையை போய் பெரிய சண்டையாகி வந்து அப்படி டிவோர்ஸ் மாதிரி வரும். ஒரு சில வீட்டில் அப்படி தான். ஏதாவது ஒரு பிரச்சனைகள் வந்தால் அந்த பிரச்சனைகளை பக்கத்தில் உட்கார்ந்துருந்து 2 பேரும் சேர்ந்து பேசிட்டா அந்த பிரச்சனைகளே முடியும். அண்டர்ஸ்டாண்ட் பண்ணணும். ஹஸ்பண்டு ஒய்ஃபையும் அண்டர்ஸ்டாண்ட் பண்ணணும், ஒய்ஃப் ஹஸ்பண்டையும் அண்டர்ஸ்டாண்ட் பண்ணணும். ஏதாவது சின்ன பிரச்சனைகள் எல்லாருக்கும் இருப்பாங்க. அந்த பிரச்சனைகளை வரும்போதே சால்வ் பண்ணி முடிக்கணும். இந்த மாதிரி பிரச்சனைகள் வரும்போது ரொம்ப சண்டையெல்லாம் வரும்போது யாரை பாதிக்கும் தெரியுமா? நம்ம பிள்ளைகளை தான் பாதிப்பிக்காங்க. அவங்க என்ன பண்ண முடியும்? ஹஸ்பண்டும் ஒய்ஃபும் தமிழ் சண்டை பிடிக்கும்போது, பெரிய சண்டை வரும்போது அவங்க ரொம்ப கஷ்டத்தில் ஆகிடுவாங்க. அதனால் அந்த சின்ன பிரச்சனைகளை வரும்போது அந்த பிரச்சனைகளை சால்வ் பண்ணி எல்லாரும் ஒரே சமயம் உட்கார்ந்துருந்து சாப்பிட்டு பிரார்த்தனை பண்ணும்போதும் நாமஜபம் பண்ணும்போதும் எல்லாரும் சேர்ந்து நாமஜபம் பண்ணிவிட்டு நல்லபடியாக வந்தால் அந்த குடும்பத்துக்கு ஒரு பாசிட்டிவ் எனர்ஜி. எல்லாரும் சேர்ந்து நாமஜபம் பண்ணும்போது, குடும்பத்தில் எல்லாரும் சேர்ந்து நாமஜபம் பண்ணும்போது அந்த குடும்பத்தில் ஒரு பாசிட்டிவ் எனர்ஜி இருப்பாங்க. எல்லாருக்கும் சர்வைஸ்வரியங்களும் கிடைக்கட்டும். आज हम बात करते हैं कि सभी घर में प्रॉब्लम आता है. हस्बैंड और पति पत्नी में प्रॉब्लम्स आते हैं. वो थोड़ा छोटा प्रॉब्लम आने के टाइम वो बातचीत करके वो प्रॉब्लम को सोल्व करना है. वो प्रॉब्लम को बड़ा करना मत करो, क्योंकि सभी आदमी को ईगो वर्कआउट आएगा. ईगो हस्बैंड एंड वाइफ को ईगो वर्कआउट आएगा.
प्रॉब्लम आएगा, वो प्रॉब्लम ज़्यादा हो जाएगा, झगड़ा हो जाएगा, बाद में क्या हो जाएगा, बाद में वो डिवोर्स पे तक जाएगा। ये सब प्रॉब्लम किसको अफेक्ट करते हैं मालूम है? बच्चों को अफेक्ट करते हैं। वो क्या करेगा? वो पिता माता पिता झगड़ा करेगा तो वो क्या करेगा? इसलिए छोटा प्रॉब्लम आने के टाइम वो सब बात करके, वो सब प्रॉब्लम को सोल्व करके अच्छा रास्ते से जाना है। सभी अच्छा नाम जपम करना है, सभी एक साथ बैठकर नाम जपम करना है, एक साथ बैठकर खाना खाना है। इसलिए ये प्रॉब्लम सब सोल्व जाएगा, सभी घर में ऐश्वर्य आ जाएगा। स्वामी शरणमय्यप्पा, माळिगपुर तम्म देवलोक मातावे शरणमय्यप्पा।